ഹലോ, അസ്സലാമു അലൈക്കും. സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗുക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുള്ളത് വേറെയോടകും അല്ല, ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും പലയായിട്ടുള്ളൊരു പള്ളിയും അതേപോലെ ഒരുപാട് വിശ്വാസിങ്ങ പോണ്ടെങ്കിൽ ഒരു ജാഗ, അതേപോലെ ഒരുപാട് ടൂറിസ്റ്റായ ആൾക്കാർ സന്ദർശിക്കണമെങ്കിൽ ഒരു ജാഗയായിട്ടേക്ക് പോകേണ്ടത്. അതെ, ഞങ്ങളെ മൈക്കാലത്ത് ഏറ്റവും മുട്ടായിട്ടുള്ളെങ്കിൽ കാസർഗോഡിൽ അന്ത്യവിശ്രമം കൊള്ളെങ്കിൽ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുരെ മക്ബറത്തും അതേപോലെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കെട്ടിയെങ്കിൽ ആ ഒരു പള്ളിയായ മാലിക് ദീനാർ പള്ളികായിട്ടേക്ക് ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുള്ളത്. ഞങ്ങൾ പോകേണ്ടത് വേറൊരുമല്ല, മൈക്കാലത്തായിട്ടേക്ക്, അതായത് വീസോട്ടർ മൈക്കാലത്തെ ഡയറക്റ്റ് ഇപ്പോൾ പോയിട്ടുള്ളത് കാസർഗോഡാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ, നിങ്ങൾക്ക് ഞാനിപ്പോൾ പോകേണ്ടതിന് മുന്നോളൂ, ഞങ്ങൾ ഈ പോകേണ്ടതിന് മുന്നോളായിട്ട് ആ ഒരു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചെറിയ രൂപത്തിലുള്ള ഒരു ചരിത്രമാണ് നിങ്ങൾ ഞാൻ ചൊല്ലുക പോകേണ്ടത്. വേറെ ഇതുമല്ല, ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ನಾವು ಗೊಂತುಲೆಂಕಿಮ್ಮೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാം പ്രചരണാക്കുകയായിട്ട് സുഹാബിങ്ങ കേരളത്തിലേക്ക് വന്നിട്ടിരുന്നാറ്. അങ്ങനെ കേരളത്തിലേക്ക് വന്ന സമയത്തിൽ അവിടെ നിന്നെങ്കിത്തെ രാജാവ് ചെയർമാൻ പേർമാൽ രാജാവ് ഈ ഇസ്ലാം ദീനരെ കേട്ടിട്ടും അതിനെ കണ്ടിട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് സ്വഹാബിയാവുകയായിട്ട് ഇതെങ്കിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയായിട്ട് പരിശുദ്ധമായ മക്കത്തേക്ക് പോകണം. അങ്ങനെ മക്കത്തേക്ക് പോയിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അങ്ങനെ സ്വഹാബിയായിട്ട് താജുദ്ദീൻ ചൊല്ല ഒരു പേരും സ്വീകരിച്ചിട്ട് നേരെ റിട്ടേണിന് കേരളത്തേക്ക് ബണ്ട്. ഇങ്ങനെ ഈ ബണ്ട് സന്ദർഭത്തിൽ ഒമാനിലുള്ള സലാല ചൊല്ല ജാഗയ്ക്ക് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു അൻഹു വഫാത്താവുകയും അവിടെ മറമാടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒമാനിലാണ് ബഹുമാനപ്പെട്ടവരുടെ മഖ്ബറ ഉള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ഒരു ആശപ്രകാരം ഇവിടെ ഇസ്ലാം പ്രചരണാക്കുകയായിട്ടും അതേപോലെ ഇവിടെ പള്ളി കെട്ടുകയായിട്ടും ബന്നെങ്കിത്തെ സ്വഹാബിങ്ങായിട്ടിക്കട, അതായത് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ ബന്നെങ്കിത്തെ സ്വഹാബിങ്ങായിട്ടിക്കടാറ് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അതേപോലെ അങ്ങോട്ടെന്നെങ്കിത്തെ ബാക്കി സ്വഹാബിങ്ങാവും. അങ്ങനെ ഈ അതായത് കേരളത്തിൽ വരികയും കേരളത്തിൽ വന്നിട്ട് ഒരുപാട് പള്ളിങ്ങവും അതേപോലെ ഒരുപാട് ഈ പരിശുദ്ധമായ ഇസ്ലാം ദീനർ പ്രചരണം ആക്കിയിട്ട് പോയാറ്. അങ്ങനെ വന്നിട്ട് ഒരുപാട് ഏകദേശം ഒരു 10 തോല പള്ളിയാണ് അങ്ങ് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരുപാട് പള്ളി കെട്ടിയതിലുള്ള ഒരു പള്ളിയായിട്ടിക്കട് കാസർഗോഡിലുള്ളെങ്കിത്തെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കെട്ടിയെങ്കിത്തെ ഒരു പള്ളിയായിട്ടിക്കട് തലങ്കരയിലുള്ളെങ്കിത്തെ പള്ളി. ഇനി ഈ ഒരു പള്ളിയുടെ ചരിത്രം ചൊല്ലുന്നുണ്ട് കണ്ടെങ്കിൽ ഹിജ്റ 22 റജബ് തിങ്കൾ 13 തിങ്കളാഴ്ച രണ്ടായിട്ടേക്ക് ഈ ഒരു പള്ളി നിർമ്മാണം ആക്കിയതിട്ടാണ് ചരിത്രം ചൊല്ലത്. ഈ ഒരു പള്ളി പല കേരളത്തെ വാസ്തുശില്പ ശൈലിയിലാണ് കെട്ടിയത്. പണ്ടത്തെ കാലത്തിൽ ഇതൊരു മടലും അതും ആയിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പള്ളിയുടെ എന്താക്കിറാറ് പുനരായിട്ട് നിർമ്മാണം ആക്കിറാറ്. ഈ പള്ളി കെട്ടിയ പിന്നെ അതായത് ഈ ഒരു സംഘത്തെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുടെ ആ ഒരു പള്ളി കെട്ടുന്ന സന്ദർഭത്തിൽ അതിൽ ഇന്നെങ്കിത്തെ ആൾക്കാരാണ് ഒന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, അതേപോലെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുന്റെ ഇളവനായ ഷർഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതേപോലെ മർമോനായ മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരു 22 ആൾക്കാർ കൂടിയിട്ടാണ് ഈ ഒരു പള്ളിയുടെ പ്രചരണാക്കവും അതേപോലെ ഈ പള്ളിയുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടെങ്കിൽ ആൾക്കാർ. അതേപോലെ ഈ പള്ളി കെട്ടിയാൽ പിന്നെ ഈ പള്ളിയുടെ മെയിനായിട്ട് ഖാദിയാറായിട്ട് നിയമക്കാക്കിയത് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മോനായിട്ടുള്ള ബഹുമാനപ്പെട്ട മാലിക് ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുരെ ആയിട്ട് ഈ ഒരു പള്ളിയുടെ ഖാദിയാറായിട്ട് നിയമക്കാക്കിയത്. മാത്രമല്ല അങ്ങനെ ഈ ഒരു പള്ളി കെട്ടുകയും ഈ പള്ളി അങ്ങനെ ഇതല്ലാണ്ട് ഞങ്ങൾ ഈ കാസർഗോഡിലല്ലാണ്ട് ഞങ്ങൾ സുന്ദരായ മൈക്കാലത്തിൽ ബന്ദറിലുള്ള പള്ളിയും ഇതെല്ലാം ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കെട്ടിയെങ്കിത്തെ പള്ളിയായിട്ടേക്ക്. അതേപോലെ ഈ ഒരു പള്ളി കെട്ടുകയായിട്ട് മക്കത്തിൽ നിന്ന് എന്താക്കിയിട്ടുണ്ടെന്ന് പറയാറ് കല്ല് എടുത്തുകൊണ്ട്, അതായത് അതിലെ അടിപ്പായി ഇടുകയായിട്ടുള്ള ഒരു കല്ല് മക്കത്തെ മേടുത്ത് വന്നിട്ടാണ് ചരിത്രം ചൊല്ലത്. ഇനി അതേപോലെ ഈ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുരെ പള്ളിയുടെ മുട്ടമി ഒരു മക്ബറും കൂടിയുണ്ട്. അത് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ഉണ്ടും. അതല്ല മാലിക് ബിൻ ദീനാർ ഈ ഒരു പള്ളിയുടെ ഖാദിയാറായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട നേരത്തെ ചൊന്നതുപോലെ മാലിക് ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറാണ് അഭിപ്രായമുണ്ട്. എന്നാലും
ചില ചരിത്രമാണ് ചൊല്ലി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഉടമേണ്ടും അതാണ് ബഹുമാനപ്പെട്ടവരുടെ മഖബറ ഉള്ളതായിട്ട് എന്നാണ് ചൊല്ലത്. അങ്ങനെ ഇത്രയും ഒരു പ്രസിദ്ധ ആയെങ്കിലത്തേത്, അതായത് ഇന്ത്യയിൽ വെച്ചിട്ടെങ്കിൽ ഏറ്റവും പല ആയിട്ടുള്ള എങ്കിലത്തെ ഒരു പള്ളിയായിട്ട് ഈ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പള്ളി ചൊല്ലത്. നമുക്കും എതിർ കണ്ടുകൊണ്ടുള്ളതായിട്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയുടെ റൂപാണ് കണ്ടുകൊണ്ടുള്ളത്. ഇപ്പം അതിൽ ഒന്നും കൂടി പുതുക്കി ഒന്നും കൂടി നല്ലോണം കെട്ടിയിട്ട് സൈഡിലായിട്ട് ഇപ്പോൾ കണ്ടെങ്കിൽ പല പള്ളിയും പുതിയ പള്ളിയും അതിന് നടുവിലായിട്ട് ആ പല പള്ളിയുടെ ഒരു സൂക്ഷ്മമാക്കിയത് സൂക്ഷിച്ച് വെച്ചതും നമുക്ക് എന്താവും കാണാവും സാധ്യമുണ്ട്. അതേപോലെ ഈ ഒരു പള്ളിയുടെ അത് പണ്ടല്ലാണ്ട് ഒരുപാട് പ്രാവശ്യം ഈ പള്ളിയുടെ എന്താക്കിറാറ് രണ്ടാമതായിട്ട് പുതിയതായിട്ട് കെട്ടിറാറിച്ചുള്ളതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കണ്ടത്. അങ്ങനെ ഒരു പ്രസിദ്ധ ആയെങ്കിലത്തെ ഒരു പള്ളിയായിട്ട് ഏത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പള്ളി ചൊല്ലത്. ഇപ്പോൾ ഒരുപാട് സഞ്ചാരിയായ ആൾക്കാരും ടൂറിസ്റ്റായ ആൾക്കാരും അതുപോലെ ഒരുപാട് വിശ്വാസികളും ഈ ഒരു പരിശുദ്ധമായ പള്ളിയുടെ കാണുകയും അതേപോലെ ഈ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ സിയാറത്ത് ആക്കുകയായിട്ടും ഈ ഒരു ജാഗക്ക് ബണ്ടത് നമുക്ക് കാണാൻ സാധ്യമുണ്ട്. അപ്പോൾ ഈ എതിരിൽ കണ്ടുകൊണ്ടുള്ളതാണ് പരിശുദ്ധമായ ആ ഒരു ജാഗയും അതേപോലെ ആ ഒരു പള്ളിയും. ഞങ്ങൾ കണ്ട ആ ഒരു ഷീറ്റിട്ട ഒരു ജാഗയില്ല, അതിന് നടുവിലുള്ള കാണില്ല, അതായിട്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കെട്ടിങ്കത്തെ ആ ഒരു പള്ളി അതിനുള്ളിൽ പോയിട്ട് കണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള കാണുകയും സാധ്യമുണ്ട്. ഞാൻ പള്ളിയുടെ രൂപ അത് ഇതും അല്ല. ഏതായാലും നമുക്കിന്ന് ആ ഒരു പള്ളിയും ആ ജാഗയും നാം നോക്കിയിട്ട് പറയാം. ഈ കണ്ടതായിട്ട് പഠിച്ചൊന്നെങ്കിൽ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കെട്ടിയെങ്കിൽ ഒരു പള്ളി ഈ ഞാൻ ചൊന്നതുപോലെ പണ്ടത്തെ ആ കേരളത്തെ ആ ഒരു ശൈലിയിൽ പണ്ടത്തെ കാലത്തെ ശൈലിയിലാണ് ഈ ഒരു പള്ളിയുള്ളത്. മാത്രമല്ല ഈ പള്ളി കെട്ടുക യൂസാക്കിയതും സാധാരണ മരങ്ങൾ കൊണ്ടിട്ടായിരിക്കും ഈ ഒരു പള്ളി കെട്ടിയതും അതേപോലെ അതിനുള്ളിലേക്ക് കൊത്തുപണിങ്ങ അത് ഭയങ്കര മനോഹരമായിട്ടാണ് ഉള്ളത്. അതേപോലെ ഈ കണ്ടതായിട്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മഖബറ. അതേപോലെ ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് യാത്രാർത്ഥികൾ ദേക്കുകയും പിടിക്കും അതുപോലെ റെസ്റ്റ് എടുക്കുക കാര്യം എല്ലാം കൂടെ എന്തുകൊണ്ട് സൗകര്യമാക്കിയിട്ട് തന്നെങ്കിൽ ഒരു പ്ലേസും കൂടിയിട്ട് ഈ ഒരു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയുടെയും ജാഗ്യം ഉള്ളത്. അതേപോലെ ഇത് ഞങ്ങൾ ആ ഒരു പുറത്തിലുള്ള മനോഹരമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു വ്യൂ ആയിട്ട്. അതേപോലെ ഇനി ഈ പള്ളിയുടെ സൈഡിലായിട്ട് ഞങ്ങൾ നടന്നു വന്നെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ചെറിയൊരു സ്പേസ് ഇലിഞ്ഞു പോണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്പേസ് കാണും. ഇതിൽ ഇലിഞ്ഞു പോയെങ്കിൽ ആ പണ്ടത്തെ ഒരു കര ഞങ്ങൾക്ക് ഇതിലുണ്ടാവും കാണാൻ സാധ്യമുണ്ട്. ഇതിൽ ഇലിഞ്ഞു പോയെങ്കിൽ അതായത് പണ്ടത്തെ ഒരു കര. പക്ഷെ ഇപ്പം ആ കരയിൽ ആൾക്കാർ അതായത് യാത്രാർത്ഥിങ്ങൾ ബണ്ടതും വന്നിട്ട് കുളിക്കുന്നതും അതും ഇതുമെല്ലാം ആക്കണമെങ്കിൽ ഒരു ജാഗ്യം കൂടിയായിട്ട് ഇതിൽ പോയെങ്കിൽ. ഇത് മാത്രമല്ല ഇതിൽ പിന്നൊരു കാര്യമുള്ളത് ഈ കരയുടെ ആ സൈഡിലായിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക ചെറിയൊരു പൊലം ഞങ്ങൾക്ക് കണ്ട്. പൊല മാത്രമല്ല പൊലയുടെ അപ്പുറത്ത് കടലുമുണ്ട്. അതായത് ഈ കടൽ സംഘം അവിടെ ഇത് ജാഗ്യം കൂടിയായിട്ട് ഇത്. പക്ഷെ നമ്മൾ ഇഞ്ഞ പോയി കണ്ടില്ലെങ്കിൽ സാധാരണത്തിൽ നടന്നിട്ട് ദൂരെ പോയെങ്കിൽ ഞങ്ങൾക്ക് എന്താവും ആ ഒരു പൊലയും കടലും സംഘം അവിടെ ഇങ്ങനത്തെ ജാഗ്യ ഞങ്ങൾക്ക് കാണാൻ സാധ്യമുണ്ട്. ചൊന്നതുപോലെ ഒരു ഫാമിലി ആയിട്ട് പിറകും അതേപോലെ നല്ല ആസ്വദിക്കറെങ്കിൽ ഒരു പ്ലേസും കൂടിയായിട്ട് ഇത് സിയാറത്താക്കി വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ജാഗ്യവും നോക്കലും നമ്മൾ ഒരുപാട് ഒരു സന്തോഷവും സമാധാനം തന്നെ ഇങ്ങനത്തെ ഒരു പ്ലേസ് ആയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ വിസിറ്റ് ആക്കാത്തെങ്കിൽ വന്നിട്ട് ഇവിടെ എന്താക്കാം വിസിറ്റ് ആക്കുക ഈ ഒരു ജാഗ്യയെല്ലാം പോയിട്ട് നോക്കിയിട്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഒന്നും കൂടി ആ ഒരു ജാഗ്യ അതായത് പൊലയും കാര്യമുള്ളെങ്കിൽ ആ ഒരു ജാഗ്യ നോക്കിയിട്ട് പറയാം ഇൻഷാല്ലാ.